കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി മാനവിക മൂല്യങ്ങളും പുതിയ കാലവും എന്ന പരിപാടി അവതരിപ്പിച്ചു. അധ്യാപകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഉല്ലാസ് പള്ളിക്കലാണ് കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് 13ാം ദിനത്തിൽ നടന്ന പൊതുയോഗം കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഡി സുഭദ്രാമ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ മാസം 21-ാം തീയതി മുതൽ നമ്മളെല്ലാവരും ഈ ഒരു കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളാണല്ലേ? അതിൽ സന്തോഷമില്ലേ? കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? അന്നേരം വായനാ കളരിയാണ്. നമ്മൾ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓരോരുത്തരും ബന്ധുക്കളെ വീട്ടിലൊക്കെ പോവും, ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അയൽവാസികളെ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ കളിക്കും, ചിരിക്കും, ഓടും. മൊബൈൽ ഒരുപാട് ഉപയോഗിക്കും ഇല്ലേ? ആ മൊബൈൽ നോക്കുന്നവരെല്ലാം ഒന്ന് കൈ നോക്കിയേ. മിടുക്കര്, സന്തോഷമായി. എത്രയും പേര് മൊബൈൽ നോക്കുന്നില്ല? ഞങ്ങൾ ഇത്രയും പേര് മൊബൈൽ നോക്കുന്നു. അന്നേരം മൊബൈലിൽ കൂടെ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അന്നേരം ഇവിടെ വന്ന ഈ 21-ാം തീയതി മുതൽ രാവിലെ എത്ര മണി തൊട്ടാണ് ഇവരിവിടെ? വൈകിട്ട് 3:30 മുതൽ 5 മണി വരെ. 3:30 മുതൽ 5:30 വരെ നമുക്ക് മൊബൈൽ നോക്കാൻ പറ്റുന്നില്ല. മൊബൈൽ വേണോ എപ്പോഴും? ആരും പറഞ്ഞില്ല, കൈവക്കിയവരാരും അഭിപ്രായം പറഞ്ഞില്ല. വേണ്ട. മൊബൈൽ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ? നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനത്തിലൂടെ പോയത്. പക്ഷേ അതിലൂടെ നമ്മൾ അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും കൊണ്ടു നടക്കാൻ കൊള്ളുന്നതോ പഠിക്കുന്നതോ ആണോ? അന്നേരം നമുക്ക് മൊബൈൽ വേണോ? മൊബൈൽ വേണ്ട. അന്നേരം ഇന്ന് തൊട്ട് നമുക്കിനി മൊബൈൽ വേണ്ട. അത്യാവശ്യം അച്ഛൻ്റെയും അമ്മേരെയും മൊബൈൽ കട്ടെടുത്ത് നമ്മൾ നോക്കി ഒന്നും പഠിക്കുന്നില്ല, കളിയും ചിരിയും ഒന്നും കാണുന്നില്ല. സ്വന്തമായിട്ട് മൊബൈലുള്ള എത്ര പേരുണ്ട്? ഉണ്ട്. ചെറിയ കൈയൊക്കെ പൊങ്ങി വന്നിട്ട് ആരൊക്കെ കൈ വെക്കുന്നത് നോക്കി പെട്ടെന്ന് കൈ താഴ്ത്തു വെച്ച്. അച്ഛനും അമ്മയും വാങ്ങിച്ചു തന്നതാണോ? അല്ല. അന്നേരം നമ്മളെ വീട്ടിലറിയാതെ നമ്മളെ ബാഗിലൊരു മൊബൈലുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ശരി. അന്നേരം നമുക്ക് ഈ മൊബൈൽ ലോകത്തേക്ക് നമുക്ക് പോകണ്ട. ഈ മൊബൈലാണ് നമ്മളെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ മൊബൈലാണ് നമുക്ക് ഏറ്റവും വിപത്തായിട്ട് നമ്മളെ നാട്ടിലുള്ളത്. നമുക്ക് ടി വിയൊക്കെ കാണാം, അതിൻ്റെ പരിപാടികളൊക്കെ കാണാം, കേൾക്കാം, പഠിക്കാം, കുറേ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അന്നേരം നമ്മൾ രാവിലെ മുതൽ എല്ലാവരും, ഒരാളല്ല, നമ്മൾ അച്ഛനും അമ്മയും ജോലിക്കൊന്നും പോകാത്തവരും എല്ലാം എപ്പോഴും നോക്കിയാലും നമ്മൾ മൊബൈലിലേക്ക് പോകുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഈ അവധിക്കാലം നമ്മൾ അടിച്ചു പൊളിച്ച് നമുക്കെന്നും നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിന് ചിന്തിക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിൻ്റെ കോണിൽ നമ്മൾ ഈ സമുദ്രതീരത്ത് വന്ന് കളിച്ച, പഠിച്ച, അല്ലെങ്കിൽ പാടിയ, അങ്ങനെ നൃത്തം കളിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലേക്ക് വയ്ക്കാനുണ്ട് ഇല്ലേ? ഓർമ്മയില്ലേ? അത് ഓർമ്മയിൽ സൂക്ഷിക്കോ? മറുപടികളില്ലല്ലേ? എന്തു പറ്റി? അന്നേരം നമുക്ക് ഈ മൊബൈലൊന്നും വേണ്ട. നമുക്ക് പഠിക്കണം, നല്ല ഒരു ജോലി നേടണം. അതോടൊപ്പം തന്നെ നമുക്ക് പാട്ടും കളിയും ചിരിയും ഒക്കെ ആയ ഒരു ലോകത്തേക്ക് നമ്മളെ കൂട്ടുകാരുമായി നമുക്ക് ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ പോകണം. ഇന്നിപ്പോൾ നമ്മളെ ഓരോ രക്ഷകർത്താക്കളിലും നമ്മൾ കാണാറുണ്ട്, നമ്മളെ മത്സരങ്ങളാണ്, വാശികളാണ്. നമ്മളെ വീടുകളിലല്ല, നമ്മളെ അയൽവാസികളുമായിട്ട്. ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നാണ്. നമ്മളൊരു കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ്. നമ്മളെ അച്ഛനമ്മമാരുണ്ട്, നമ്മളെ അമ്മമാർ, മറ്റുള്ള രക്ഷകർത്താക്കളാണ്. നമ്മുടെ ഓരോ രക്ഷകർത്താക്കളെയും സംരക്ഷിക്കുന്ന, ഇന്ന് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഏറ്റവും നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടമാണ് നമുക്ക് ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ നമ്മുടെ ചെയർമാൻ ഒരുക്കി തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മേഖലയിൽ അറിയപ്പെടുന്ന, എൻ്റെ കണ്ണെത്തുന്ന ഈ ദൂരങ്ങളിൽ എങ്ങും നമുക്കിതുപോലുള്ളൊരു പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, 21-ാം തീയതി മുതൽ ഒരു 3:30 മണിക്ക് നമ്മൾ തുടങ്ങി 5:30 മണി വരെ നമ്മളൊരു ലോകത്തേക്കും ചിന്തിക്കാതെ നമ്മൾ പാട്ടിലും കളിയിലും ചിരിയിലും നമ്മളെ കൂട്ടുകാരോടൊപ്പം സന്തോഷമായി നമ്മുടെ ഒരുപാട് മേഖലകളിലേക്ക് നമ്മളെ മനസ്സ് പോകുന്ന
ആ ഒരു സാഹചര്യത്തിലേക്കാണ് നമുക്ക് പോകുന്നത്. നമ്മൾ പഠിക്കണം, കളിക്കണം, ചിരിക്കണം എന്നൊക്കെ പറയുമ്പം ഓരോരുത്തർക്കും ഒരേ അഭിരുചിയുണ്ട്. നമുക്ക് ആരുടെയെങ്കിലും ചോദിച്ചാൽ പറയും എനിക്ക് പോലീസാവണം, ഒരു അധ്യാപകനാവണം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് സിനിമാ നടനാവണം, ഒരു ഡോക്ടറാവണം, ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. നമുക്കെല്ലാവർക്കും ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ജോലിയില്ല. നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ചേച്ചിമാരും അണ്ണന്മാരും നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ പഠിച്ച് പല മേഖലയിലേക്ക് അവർ തൊഴിലെടുക്കുന്നവരാണ്. ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. നമുക്ക് ഏതാണോ സന്തോഷം പകരുന്നത് നമ്മളെ മൊബൈലൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് നമ്മൾ ആ ലോകത്തേക്ക് നമ്മളെ കൂട്ടുകാരോടൊപ്പം പോകണം. നമ്മളെ അച്ഛനും അമ്മയും എന്താണ്, നമ്മളെ അയൽ വീട്ടിലെ ഒരു കുട്ടി ഒരുപാട് മാർക്ക് വാങ്ങിച്ചാൽ പറയും അവൻ കണ്ടോ ഒരുപാട് മാർക്ക് വാങ്ങി, നിനക്ക് എന്താടാ പഠിക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കും. അതൊക്കെ നമ്മളെ അച്ഛനമ്മമാരിൽ നിന്ന് ഇനി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചെയർമാനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ രക്ഷകർത്താക്കളെ കൂടെ കൂട്ടിക്കിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങളുടെ വാശിയും വൈരാഗ്യവും മറ്റ് തലങ്ങളിലേക്ക് പോകാത്ത രീതിയിലേക്ക് നമ്മളെ രക്ഷകർത്താക്കൾക്ക് കൂടി ഇങ്ങനെ ഒരു 2-3 ദിനം അവരെ കൂടി ക്ലാസ് എടുക്കുന്നതിനും അവരെ പഠിപ്പിക്കുന്നതിനൊക്കെ ഒരു വേദിയാക്കി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം പറയുന്നത് ഇന്നിപ്പോൾ എൻ്റെ മനസ്സായിരിക്കത്തില്ല ഇവിടെ ഇരിക്കുന്ന സാറിൻ്റെ മനസ്സ്, അതുപോലെ ആയിരിക്കും വേറൊരു അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ്. ഇപ്പം നമ്മൾ മതിലൊക്കെ ഇത്രയും ഉയരത്തിലൊക്കെ കെട്ടി അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിനെ കാണരുത്, അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരിയെ കാണരുതെന്നൊക്കെ പറയുന്ന വീടുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഞങ്ങളെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ചെളിയിലും മണ്ണിലും ഒക്കെ കളിച്ചും പഠിച്ചും ചിരിച്ചും ഒക്കെയാണ് ഞങ്ങൾ പോയിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ. അന്നത്തെ കൂട്ടുകാർ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളത് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കറിയില്ല. കാരണം ഇന്നത്തെ കുട്ടികൾക്കെന്ന് പറയുന്നത് നമ്മളെ രക്ഷകർത്താക്കൾ എത്ര പാടുപെട്ടിട്ടായാലും അവരുദ്ദേശിക്കുന്ന അവരുടെ ഡ്രസ്സ്, അവരുടെ മറ്റു കളി ഉപകരണങ്ങളായാലും അവർക്ക് വേണ്ടുന്ന വേഷവിധാനങ്ങളെല്ലാം സമയാസമയങ്ങളിൽ എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും നമ്മളെ രക്ഷകർത്താക്കൾ അതൊരുക്കി തരും. അന്നേരം ആ രക്ഷകർത്താക്കളെ കൂടെ നിൽക്കുമ്പം നമുക്ക് വേണ്ടത് എന്താണ്? അവർക്ക് സന്തോഷം കൊടുക്കുക. ഇപ്പോഴേ നമ്മളൊരു പൊടി കുഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ അതിനെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ആ കുട്ടി കളിച്ചും ചിരിച്ചും പാട്ടും പാടിയൊക്കെ ഇന്ന് നമ്മൾ കാണുന്നില്ലേ ടി വിയിലൊക്കെ ഒരുപാട് പൊടി കുഞ്ഞുങ്ങളിരുന്ന് പാടുന്നത്. അന്നേരം നമ്മളും അങ്ങനെയൊക്കെ ഉള്ള മേഖലയിലേക്ക് നമുക്ക് പോകണം. നമുക്ക് വാശി വേണ്ട, ആരോടുള്ള ദേഷ്യം വേണ്ട. നമ്മൾ ഇന്നേ ചിന്തിക്കേണ്ടത് നമ്മൾ സന്തോഷം പകരുന്ന നമ്മളെ കൂട്ടുകാരോടൊപ്പം നമുക്ക് എത്ര വേദി കിട്ടും, എവിടെയൊക്കെ നമുക്ക് പോയിട്ട് ചിരിക്കാനും കളിക്കാനും ഒക്കെ പറ്റും. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നിപ്പം ഇവിടെ ഇത്രയും ദിവസം നമ്മൾ പഠിച്ച അറിഞ്ഞ അറിവുകളെ അതാത് ദിവസങ്ങളിൽ തന്നെ നമ്മൾ അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് വരണം. ആ അച്ഛനെയും അമ്മയും കൊണ്ടുവന്ന് നമ്മളെ ഹാളിലിരുത്തി അവരോട് ഇവിടെ നടന്ന കാര്യങ്ങളും ഇവിടെ നടന്ന കൂട്ടുകാരെക്കുറിച്ചും നിങ്ങൾക്ക് ക്ലാസ് എടുത്ത ഓരോ അധ്യാപകരെക്കുറിച്ചും ഓരോ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. അവർ തിരിച്ച് നമ്മളോടും ചോദിക്കണം, നിങ്ങളിന്ന് പോയ വഴികൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ കഴിച്ച ഭക്ഷണം, നിങ്ങളെ കൂട്ടുകാരെക്കുറിച്ച് ഒക്കെ അവരും അച്ഛനും അമ്മയും ചോദിക്കണം. ആ അച്ഛനും അമ്മയും നമ്മളെ സഹോദരങ്ങളും നമ്മളെല്ലാവരും കൂടെ ഉള്ള ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇന്നെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയെന്നുള്ളൊരു വേദി പോലും കിട്ടാനില്ലായിരുന്നു. ഇന്ന് എവിടെയൊക്കെ ഡാൻസോ പാട്ട്, എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പഠിക്കണം എന്ന് നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും പറഞ്ഞാൽ അവർ കടം മേടിച്ചിട്ടായാലും കയാശി എല്ലാവരെയും കയ്യിൽ ചിലപ്പം കാണില്ല. അവർ ജോലി ചെയ്ത് ആ കടം വീട്ടിൽ കൊണ്ടായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. അന്നേരം ആ ഒരു സ്നേഹം തിരിച്ച് നമ്മൾ അച്ഛനും അമ്മയ്ക്കും കൊടുക്കണമെങ്കിൽ നമ്മളെ മൊബൈലൊന്നും നമുക്കൊന്നും അല്ല. നമ്മൾ പഠിക്കണം, നമുക്ക് അഭിരുചിയുള്ള കാര്യങ്ങൾ ചെയ്യണം, നമുക്കൊരു ജോലി നേടണം. നമ്മൾ എല്ലാ മേഖലയും നമുക്ക് ജോലി കിട്ടുന്ന തലങ്ങളുണ്ട്. പക്ഷേ ജോലി കിട്ടിയില്ലെങ്കിലും ജോലി ഇല്ലെങ്കിലും നമ്മൾ അത് സന്തോഷത്തോടു കൂടി നമ്മൾ ഓരോ മേഖല തിരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയണം. അന്നേരം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഈ ഒരു സൗഹൃദം ഓരോരുത്തരുടെ പേര് പരസ്പരം ചോദിച്ച് അതൊക്കെ എന്തായാലും അറിഞ്ഞു കാണും. ഓരോ വേദികളിലും നമുക്ക് അറിയാനുള്ളൊരവസരം ഉണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാനൊക്കെ ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങ് മറന്നു പോകും. ഞാൻ ഇന്നതാണോ എന്തോ അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ കേട്ടത് എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ കുഞ്ഞു മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ ഏത് കാലത്തിലും നമുക്കത് ഓർമ്മിച്ച് വയ്ക്കാൻ കഴിയും. ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് വരുന്ന കാലങ്ങളിൽ നമ്മളിപ്പോഴും പഠിക്കാനുള്ള ഒരുപാട് കാര്യം ഇപ്പോൾ ഈ ഉല്ലാസ് സാർ ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും. ആ ഒരു ക്ലാസ് ചിലതൊക്കെ ഞാനും കേട്ടിരുന്നു. നമ്മുടെ മൊബൈലിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം സമുദ്രതീരത്തിൻ്റെ ഓരോ ദിവസത്തെ പരിപാടി ഇടുമ്പം അതിലൊക്കെ നിങ്ങൾ പാട്ടും കളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
പക്ഷേ അത് നമ്മൾ ഒരു ദിവസം കളിച്ച് ഒരു ദിവസം മറന്നു പോകരുത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടാണ് അകത്തോട്ട് പോയി. ഞാൻ അവിടെ ഇരിക്കുമ്പോഴും ഇവിടെ അവർ പലതരത്തിലുള്ള കളികളും തങ്ങളിരുന്ന് തന്നെ കൈയടിച്ചിട്ട് തിരുവാതിര കളിക്കുന്നതൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഏറ്റവും സന്തോഷമാണ്, അത് തെറ്റല്ല. നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മളെ മനസ്സിലിപ്പം ഒരു നേരത്തെ ഇവിടെ ഇപ്പോൾ നമുക്കൊരു പാടാൻ പറഞ്ഞു, നമ്മൾ വന്നപ്പോൾ ഒരു കുഞ്ഞ് പാടിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ചില കുട്ടികൾ വിചാരിക്കും എനിക്ക് പാടാമോ, എനിക്ക് അവിടെ പോകാൻ പറ്റുമോ, ഞാൻ പറയുന്നത് ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യണം. നമ്മളൊരു കാര്യം നമ്മൾ പഠിക്കണം, പാടണം. നമ്മൾ തെറ്റോ ശരിയോ ഒരു ആൻസർ ചോദിച്ചാൽ തെറ്റോ ശരിയോ ആയിക്കോട്ടെ, നമ്മളത് എണീറ്റ് നിന്നിട്ട് നമ്മളത് പറയണം. അന്നേരം അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റും. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം അധ്യക്ഷത വഹിച്ചു. സമുദ്രതീരം പ്രസിഡന്റ് ശരചന്ദ്രൻ പിള്ള സ്വാഗതം ആശംസിച്ചു. ഇവിടെ കുറച്ച് നാളുകളായി നമ്മളെ വായനാ കളരി നടന്നു വരികയാണ്. ഒരുപാട് നാടൻ പാട്ടുകളും അതേ കണക്ക് തന്നെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളും മറ്റു കാര്യങ്ങളും ഇവിടെ നടന്നു കഴിഞ്ഞു. ഇന്ന് നമുക്ക് മാനവിക മൂല്യങ്ങളും പുതിയ കാലവും അതിന് ക്ലാസ് എടുക്കുന്നത് ശ്രീ ഉല്ലാസ് പള്ളിക്കൽ സാറാണ്. സാർ അധ്യാപകനും എഴുത്തുകാരനും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. സാറിനെ ഞാൻ ഈ വേദിയിലോട്ട് നമ്മളെ സമുദ്രതീരത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുകണക്കിന് നമ്മളെ അധ്യക്ഷൻ നമ്മളെ റുവൽ സിംഗ്, നമ്മളെ ഇവിടുത്തെ സമുദ്രതീരത്തിൻ്റെ ചെയർമാൻ റുവൽ സിംഗ്, ഞാൻ നിങ്ങളടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തെ ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേ കണക്കിന് നമ്മളെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സുഭദ്രാമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ ഒരുപാട് വേദികളിൽ വന്നിട്ടുള്ള സുഭദ്രാമ്മ മാഡത്തിനെ ഞാൻ നമ്മളെ സമുദ്രതീരത്തിൻ്റെ പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മൾ ഇത്രയും ദിവസമായി എല്ലാ ദിവസവും ഒരു മുടക്കവുമില്ലാതെ നമ്മുടെ സമുദ്രതീരത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളെ പ്രിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷാകർത്താക്കളും നമ്മളെ സമുദ്രതീരത്തിൻ്റെ സ്റ്റാഫ്, ഇവിടുത്തെ അച്ഛനമ്മമാരെ എല്ലാവരെയും ഞാൻ ഹാർദവുമായി നമ്മളെ സമുദ്രത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഡോക്ടർ ആർ ജയചന്ദ്രൻ, എൻ ശ്രീകണ്ഠൻ നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഉല്ലാസ് പള്ളിക്കൽ കുട്ടികൾക്കായി മാനവിക മൂല്യങ്ങളും പുതിയ കാലവും എന്ന പരിപാടി അവതരിപ്പിച്ചു. ഒരു 2 മാസം മുമ്പ് ഒരു പയ്യൻ, ഒരു 10-21 വയസ്സുള്ളൊരു പയ്യൻ, 21 വയസ്സുള്ള ഒരു ചെറുക്കൻ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ഒരു വെട്ടുകത്തി ചോദിച്ചു. ഒരു നല്ല വാക്കത്തി ചോദിച്ചു. അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനാണ്. അവർ വിചാരിച്ചു ആ അമ്മ എടുത്ത് കൊടുത്തു, നല്ലൊരു വാക്കത്തി എടുത്ത് കൊടുത്തു. അവർ വിചാരിച്ചു എന്തോ മടൽ വെട്ടാനോ എന്തോനെ ആയിരിക്കുമെന്ന്. തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കത്തി തിരിച്ചു കൊണ്ടുവന്നു. വലിയ വാർത്തയായിട്ടൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. കത്തി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ആ അമ്മ നോക്കുമ്പോൾ ആ കത്തിയിൽ നിന്ന് ഇങ്ങനെ, ആ അയൽവക്കക്കാരിയായ അമ്മ നോക്കുമ്പോൾ കത്തിയിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ വാർന്നൊഴുകുന്നുണ്ട്. ഇവൻ കൂളായിട്ട് കൊണ്ടുവന്ന് ആ കത്തി പൈപ്പിൽ കഴുകി എന്നിട്ട് തിരിച്ചേൽപ്പിച്ചു. അപ്പോൾ ചോദിച്ചു, മോനെ നിൻ്റെ കൈ വല്ലതും മുറിഞ്ഞോ? ഇല്ല, എൻ്റെ കൈ മുറിഞ്ഞതല്ല, ഞാനൊരാളെ കൊന്നു. ഈ സ്ത്രീ പേടിച്ചു പോയി. ചോദിച്ചു, ആരെയാ നീ മോനെ കൊന്നത്? അത് ഞാൻ അമ്മയെ അങ്ങ് കൊന്നു. അമ്മയെ കൊന്നു. എന്നിട്ട് കത്തി കഴുകി വീട്ടിൽ തിരിച്ചേൽപ്പിക്കുകയാണ്. ഈ സ്ത്രീയും ബോധം കെടുന്ന പോലെ ആയിപ്പോയി. ചോദിച്ചു, നീ എന്തിനാണ് അമ്മയെ കൊന്നത്? അതെന്നെ ജനിപ്പിച്ചതിനാണ് ഞാൻ അമ്മയെ കൊന്നത്. എന്നെ പെറ്റ് വളർത്തിയതിനാണ് ഞാൻ അമ്മയെ കൊന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വിഷയം അതാണ്. മൂല്യങ്ങൾ മനുഷ്യരിൽ നിന്ന് അകന്നു പോകുന്നു. അമ്മയും മകനും തമ്മിലുള്ള വലിയ ബന്ധമുണ്ട്, വലിയ സ്നേഹമുണ്ട്. ഏറ്റവും ഇഷ്ടമൊക്കെ ആരെയാണ് നമുക്ക്? അച്ഛനെയും അമ്മയാണ്. ഇവിടെ ചോദിച്ചാൽ മൊത്തം കുട്ടികളോട് ചോദിച്ചാൽ അത് തന്നെ പറയും, അച്ഛനെയും അമ്മയാണ് ഏറ്റവും ഇഷ്ടം. ആ അമ്മയാണ് നല്ലൊരു വാക്കത്തി എടുത്തുകൊണ്ട് വന്ന് സുഖമായിട്ട് കഴുത്ത് വെട്ടിയിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്തത്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് ആലോചിക്കുക. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അങ്ങേയറ്റത്തെ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പയ്യനെ 1 മാസം മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം വേറെ ഒന്നുമില്ല, അമ്മയെ ബലാത്കാരം ചെയ്തു, ബലാത്സംഗം ചെയ്തു. അമ്മയെ ബലാത്സംഗം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അമ്മ കിടക്കുന്ന രോഗിയാണ്, അവർക്ക് കിടപ്പ് രോഗിയാണ്, പക്ഷാഘാതം വന്ന് കിടക്കുന്ന അമ്മയെ
യവൻ കയറി ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു. അമ്മ കിടന്ന് അലറി വിളിച്ചപ്പോൾ അയൽവക്കക്കാർ വന്നുകൊണ്ട് അമ്മയെ ബലാത്കാരം ചെയ്തില്ല. ഇപ്പം ചെറുക്കനകത്താണ്. എൻ്റെ പൊന്നുമക്കളെ, നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഭീകരമായ അവസ്ഥയിലാണ്. ഭീകരമായ അവസ്ഥയിൽ നമ്മുടെ ഈ ജില്ലയുടെ, കൊല്ലം ജില്ല, ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരനാണ്. എൻ്റെ സ്ഥലത്ത് നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള, 20 കിലോമീറ്റർ പോകേണ്ട ഒരു സ്ഥലമാണ് വെഞ്ഞാറമൂട്. നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ചാണ്. 6 പേരെ കൊല്ലാനൊരുങ്ങി, ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അതവൻ്റെ അമ്മയാണ്. ആദ്യം വെട്ടിയത് അമ്മയാണ്. ഒരു ചുറ്റിക മേടിച്ചുകൊണ്ട് വന്നു. അല്ലേ സാർ? ഒരു ചുറ്റിക മേടിച്ചുകൊണ്ട് വന്ന് ആദ്യം അമ്മയെ അടിച്ചു, തലമണ്ട അടിച്ചു പൊട്ടിച്ചു. അമ്മ മരിച്ചു എന്ന് വിചാരിച്ചു. എന്നിട്ട് നേരെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി, അമ്മയുടെ വീട്ടിൽ പോയി കൊട്ടുപടിക്ക് അടിച്ചു, കൊന്നു. തിരിച്ചു വന്നപ്പോൾ അച്ഛൻ്റെ ചേട്ടനെയും തള്ളയും കൂടെ കൊല്ലണമെന്ന് തോന്നി. ബൈക്കിലാണ് ഇതെല്ലാം. ബൈക്കിൽ അവിടെ പോയി അവരെ അടിച്ചു കൊന്നു. എന്നിട്ട് വീട്ടിൽ വന്നു. ആരെ വിളിച്ചു? അവൻ്റെ കാമുകിയെ വിളിച്ചു, ബെസ്റ്റിയെ വിളിച്ചു. വാ, നമുക്കിവിടെ നിന്ന് സംസാരിക്കാം. വന്നു, അവളെയും അടിച്ചു. എന്നിട്ട് അനിയനെ സ്കൂളിൽ പോയി വിളിച്ചിട്ട് വന്ന് അവന് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്, കുഴിമന്തി വാങ്ങിക്കൊടുത്തിട്ട് അവനെയും അടിച്ചു. 5 പേര് മരിച്ചു. ഒരു പയ്യൻ ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം എൻ്റെ പൊന്നു മക്കളൊന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു ഉറുമ്പിനെ, ഇങ്ങനെ വരുന്ന ഉറുമ്പിനെ കൊല്ലാൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, നിങ്ങൾക്ക് അറിയാമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനും നമ്മുടെ ചെയർമാനും മെമ്പറും ഒക്കെ ജീവിച്ച കുട്ടിക്കാലത്ത് ഒരു പുഴു ഇങ്ങനെ വരും. ഒരു കറുപ്പും ചുവപ്പും നിറമുള്ള പുഴു ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അതിന് വഴി ഒരുക്കി കൊടുക്കും, പോകാനുള്ള വഴി കൊടുക്കും. ഞങ്ങൾ പറയുന്നത് ദൈവത്തിന് പാലും പഴവും കൊണ്ടുപോണ പുഴുവാണെന്നാണ് പറയുന്നത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിന് പാലും പഴവും കൊണ്ടുപോകുന്നു എന്ന് പറയും. ദൈവത്തിന് പാലും പഴവൊന്നും വേണ്ട. പക്ഷേ ഈ പുഴു അങ്ങോട്ട് പോകുമ്പോൾ അതിന് വഴി ഒരുക്കി കൊടുത്ത് പുഴുവിനെ ഇങ്ങനെ വിടുകയാണ്. മാനത്ത് കണ്ണി എന്ന് പറഞ്ഞ മീനുണ്ട്, കണ്ടിട്ടുണ്ടോ? കാണണം, മാനത്ത് കണ്ണിയൊക്കെ കാണണം. നമ്മൾ പുഴയിലോട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വയലിൻ്റെ വരയിൽ ചെല്ലുമ്പോൾ വയൽവക്കത്തിൽ ഒഴുകുന്ന ചെറിയ ചാലിൽ മാനത്ത് കണ്ണി വരും. അതിൻ്റെ മുകളിലൊരു കണ്ണുപോലെ അടയാളം ഉള്ളതുകൊണ്ടാണ് മാനത്ത് കണ്ണി എന്ന് പറയുന്നത്. മാനത്ത് കണ്ണിയും മക്കളും കുറേ മീനുകൾ കൂടെ കാണും. ആ മാനത്ത് കണ്ണിയെ മീനിനെ നമ്മൾ ഉപദ്രവിക്കുകയില്ല. അരിപ്പ് വെച്ച് ഇങ്ങനെ പിടിച്ചാലും, തോർത്ത് കൊണ്ട് ഇങ്ങനെ അരിച്ച് പിടിച്ചാലും അതിനെ നമ്മളെ കളയും. കാരണം ആ മീനിനോട് നമുക്കൊരു കൗതുകമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ രാജമല്ലി ചെടിയിൽ ഒരു കിളി കൂട് വെച്ച് മുട്ടയിട്ട് വെച്ചാൽ നമ്മളതിനെ എടുക്കാൻ ശ്രമിക്കില്ല. നമ്മുടെ കാലം അതായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അനിയനെ കൊല്ലുന്നു, മുത്തച്ഛനെ കൊല്ലുന്നു, മൂത്തമ്മയെ കൊല്ലുന്നു, അങ്ങനെ കൊല്ലുന്നവരായിട്ട് മാറുന്നതിൻ്റെ കാരണം, ഒന്നാമത്തെ കാര്യം, ലഹരി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. ലഹരി ഭയങ്കരമാണ് അല്ലേ? പല ലഹരികളൊക്കെ കേൾക്കുന്നു. MDMA എന്ന് കേൾക്കുന്നു, കഞ്ചാവെന്ന് കേൾക്കുന്നു, പിന്നെ ഹൈബ്രിഡ് കഞ്ചാവെന്ന് കേൾക്കുന്നു, കൊക്കൈൻ എന്നൊക്കെ കേൾവി മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനേ പാടില്ല. MDMA എന്നൊരു സാധനമുണ്ട്. അതിന് പോലീസുകാർ കൊടുത്തിരിക്കുന്ന പേര് സ്പീഡ് എന്നാണ്. സ്പീഡ് ഭയങ്കര സ്പീഡാണ്. അതായത് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് MDMA കഴിച്ചിട്ട് ഓടിയാൽ നമ്മളെ തോൽപ്പിക്കാൻ ഉസൈൻ ബോൾട്ടിന് പോലും പറ്റില്ല. അപ്പോൾ അടിച്ചു നോക്കാം അല്ലേ? നമ്മൾ വിചാരിക്കും ഉസൈൻ ബോൾട്ട് നമ്മൾ ഓടിയെത്തില്ല. നമുക്ക് കിലോമീറ്ററുകളൊക്കെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ MDMA കഴിച്ചിട്ടെഴുതിയാൽ നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ വേഗത്തിൽ കൊള്ളാമെന്ന് തോന്നും, നല്ല സാധനമാണെന്ന് തോന്നും. അതിന് സ്പീഡെന്നാണ് പറയുന്നത്. നമ്മൾ 60 വർഷം ജീവിക്കാനാണ് നമ്മുടെ ആയുസ് ഉണ്ടെങ്കിൽ സ്പീഡിനങ്ങ് പോവും. 30 വർഷം കൊണ്ട് തീരും. അങ്ങ് എത്തൂല. 60 വർഷത്തിന് എത്തേണ്ട നമ്മൾ 30 വർഷത്തിൽ വീഴും. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് വരാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. തിരുവനന്തപുരത്തെ ഒരു വലിയ വീട്ടിലെ, ആളിപ്പോൾ ഇല്ല, തട്ടിപ്പോയി, നല്ല വീട്ടിലെ ഒരു വലിയ വീട്ടിലെ ചെറുക്കനാണ്. നല്ല അച്ഛനും അമ്മയൊക്കെ നല്ല ഉദ്യോഗസ്ഥരാണ്. നല്ല സുന്ദരമായിട്ട് പഠിക്കുകയും, പഠിപ്പിസ്റ്റെന്നൊക്കെ നമ്മൾ പറയില്ലേ മക്കളെ, നല്ല പഠിപ്പിസ്റ്റാണ്. BA ഇംഗ്ലീഷിന് പഠിച്ചതാണ്. ഷേക്സ്പിയർ കവിതകളൊക്കെ ഇങ്ങനെ പാടും ആ പയ്യൻ. നന്നായിട്ട് പഠിക്കും. അവിടുത്തെ ഒരു ഗ്യാങ്ങിൽ ചെന്നങ്ങ് കൂടി കൊടുത്തു. ഇങ്ങനെയാണല്ലോ നമ്മൾ തുടങ്ങുന്നത് അല്ലടാ മക്കളെ? ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് വിടുമ്പം ഒരു കൗതുകം. കൂടിയിരിക്കുമ്പോൾ പറയും വലിയിടാ എന്ന് പറയുമ്പോൾ ഞാൻ വലിക്കില്ല, അച്ഛൻ വഴക്ക് പറയും, അമ്മ വഴക്ക് പറയും, എനിക്ക് ബീഡി വലിച്ചുകൂടാ. എടാ, അച്ഛനും അമ്മയും എങ്ങനെ അറിയും? നീ ഇതെടുത്തൊന്ന് വലിക്കേ.
അങ്ങനെ നിർബന്ധിക്കുമ്പോൾ നോ എന്ന് പറയാൻ നമുക്ക് കഴിയണം. നമ്മളെന്ത് ചെയ്യും? നമ്മൾ നോ പറയില്ല. നമ്മളെ നോ പറയാൻ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. അപ്പം നിങ്ങൾക്ക് സംശയം വന്നു, അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടോ എന്ന്. ഇന്ത്യയിലെ ആദ്യത്തെ കവി ആരാണ് മക്കളെ? നീ തന്നെ പറ. നിങ്ങൾ കുറേ ദിവസത്തെ വായനക്കളറിയിരിക്കുകയല്ലേ. ആദ്യത്തെ കവി, ലോകത്തിലെ തന്നെ ആദ്യത്തെ കവിയായിട്ട് ഇന്ത്യക്കാർ കണക്കാക്കുന്ന കവിയാണ് വാൽമീകി. വാൽമീകിയാണ് ആദി കവി. അപ്പം ആദികാവ്യം രാമായണമാണ് കേട്ടോ. രാമായണമാണ് നമ്മുടെ ഭാരതീയ സങ്കല്പം അനുസരിച്ച്, ഇന്ത്യൻ സങ്കല്പം അനുസരിച്ച് ആദ്യത്തെ കവിത. ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ ചോദിക്കും, ഞാൻ ഇനിയും വരുമ്പോൾ ചോദിക്കും, ആദ്യത്തെ കവി ആരാണ്? വാൽമീകി. ആദി കാവ്യം ഏതാണ്? രാമായണം. അത് തുടങ്ങുന്ന എങ്ങനെയെന്നറിയോ? നോ എന്നാണ്. നോ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോ. അതായത് വാൽമീകി ഇങ്ങനെ രാവിലെ വെളുപ്പാങ്കാലത്ത്, കൊച്ചു വെളുപ്പാങ്കാലത്ത് കുളിക്കാൻ പോവുകയാണ്. ഇയാൾക്ക് കൊച്ചു വെളുപ്പാങ്കാലത്ത് കുളിക്കാൻ പോകുന്നത് എന്തിനും നിങ്ങൾ ആലോചിക്കും. നമ്മൾ ആരും വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കുളിക്കില്ല. ആരെങ്കിലും കുളിക്കോ? കൊച്ചു വെളുപ്പാങ്കാലത്ത് ആരുമില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു നോക്കണം. മഹർഷിമാരൊക്കെ അങ്ങനെ കുളിക്കുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് നല്ല ബുദ്ധിയാണ്, നല്ല തെളിച്ചമാണ്. അവിടെ ബുദ്ധിക്കൊക്കെ ഭയങ്കര പ്രകാശമാണ്. അവർ 7:30 വെളുപ്പിനൊക്കെ കുളിക്കും. ഈ സന്യാസി കുളിക്കാനായിട്ട് നദീതീരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പക്ഷികളൊക്കെ ഉണർന്നു തുടങ്ങി. ആദ്യം ഉണരുന്നത് പക്ഷികളാണ്. നിങ്ങൾ രാവിലെ ഒരു 3:30 മണി 4 മണിയാകുമ്പം ഒന്ന് എഴുന്നേക്കണം. ഞാൻ ചവിട്ടി കൊല്ലും വർത്താനം പറയുന്നവരാ, ഇടിഞ്ഞായി. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കണം. 4 മണിയാകുമ്പം എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് ചുറ്റുവട്ടം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. അതിന് യോഗയുടെ ഒരു ഭാഗമാണ്. നമ്മൾ കണ്ണടച്ചിരുന്ന് ചുറ്റുവട്ടത്ത് എത്ര ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഒന്ന് വെറുതെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഞാനും കണ്ണടച്ച് നിൽക്കാം. മതി. എത്ര ശബ്ദം കേട്ടു? ഒരു കസേര നീങ്ങുന്ന ശബ്ദം കേട്ടില്ലേ? ആരോ വർത്തമാനം പറയുന്ന ശബ്ദം കേട്ടു. ദൂരെ ഒരു വണ്ടി ഇങ്ങനെ പോകുന്ന ശബ്ദം കേട്ടു. ഒരു കാക്കയുടെ ശബ്ദവും ഞാൻ കേട്ടു. നിങ്ങൾ കേട്ടോ എന്തോ? ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ചുറ്റുവട്ടങ്ങളെല്ലാ ശബ്ദങ്ങളും കേൾക്കാം. അങ്ങനെ കേട്ടാൽ പാത്രം അനങ്ങുന്ന ശബ്ദം, മിടുക്കൻ. അങ്ങനെ ശബ്ദങ്ങൾ കേട്ടാലുള്ള ഗുണമെന്ന് പറഞ്ഞാലേ, ശബ്ദങ്ങൾ കേൾക്കില്ല, നമ്മുടെ ശ്രദ്ധ കൂടും. എത്ര ശബ്ദം കേൾക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കിളികളൊക്കെ ഉണർന്ന് പാടുന്നത് കേൾക്കാം. അപ്പോൾ ഏതൊക്കെ കിളികളാണെന്ന് തിരിച്ചറിയാൻ പറ്റും. നിരീക്ഷണമാണിത്. പഠനത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് ശ്രദ്ധിക്കുക. ചുറ്റുവട്ടം ശ്രദ്ധിക്കുമ്പോൾ കിളികളുടെ പാട്ട്, മുരൾച്ചയൊക്കെ കേൾക്കാം. ഏറ്റവും അവസാനം ഉണരുന്ന പക്ഷി ഏതാണ്? കാക്കയാണ്. ഏറ്റവും അവസാനേ ഉണരും. ഹിന്ദുവായ നായർ സ്ത്രീയായ അമ്മുമ്മയായ നമ്മുടെ മാതയത്തെ അമ്മുമ്മ മലയ്ക്ക് പോകുമ്പോൾ മുസ്ലിം സ്ത്രീയായ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പടച്ചവനെ, മാതയത്തെ അമ്മുമ്മയെ ശബരിമലയിൽ അയ്യപ്പനെ കണ്ട് തിരിച്ചു വരാൻ നീ അനുഗ്രഹിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അതൊരു മൂല്യബോധമാണ് മക്കളെ. ഇന്നത്തെ കാലത്തെ ഏറ്റവും വേണ്ട മൂല്യങ്ങളാണ്. ഇന്നത്തെ എല്ലാവരും കാണുന്നത്, മനുഷ്യനെ കാണുന്നത് മതത്തിൻ്റെ പേരിലാണ്, ജാതിയുടെ പേരിലാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കശ്മീരിൽ പഹൽഗാം എന്ന് പറയുന്ന ഭൂമിയിലെ സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ സ്ഥലമാണ്. ഭൂമി സ്വർഗമുണ്ടാ? ഇല്ല. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ സ്ഥലമാണ് കശ്മീർ. കശ്മീരിൽ സന്തോഷിക്കാൻ പോയ ആൾക്കാരാണ്. അവരെ വെടിവെച്ച് കൊന്നു. ഇങ്ങോട്ട് വന്നിട്ട് 26 എണ്ണത്തിനെയാണ് വെടിവെച്ച് കൊന്നത്. വന്നിട്ട് ചോദിച്ചത്, നീ ഹിന്ദു യാ മുസൽമാൻ, നീ ഹിന്ദുവാണോ മുസൽമാനാണോ? വെടിവെച്ച് കൊല്ലുന്നതാണ്. ഈ കൊല്ലുന്ന ആളിനെ അറിഞ്ഞുകൂടെ ആരെയാണ് കൊല്ലുന്നതെന്ന്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുത്തനെ കൊല്ലുന്നു. അവർ തമ്മിലുള്ള വഴക്കിൻ്റെ പേരിൽ ചിലപ്പോൾ കൊല്ലും. അയൽവാസികൾ തമ്മിൽ വഴക്ക് കൂടിയിട്ട് ചിലപ്പോൾ യാദൃച്ഛ്യമായിട്ട് കൊല്ലും. ഇത് കൊല്ലുന്ന ആളിനെ അറിഞ്ഞുകൂടെ ആരെയാണ് കൊല്ലുന്നതെന്ന്. മരിക്കുന്നവനെ അറിഞ്ഞുകൂടാ ഞാൻ എന്തിനാണ് എന്നെ കൊന്നതെന്ന്. ജാതി ചോദിക്കുകയാണ്, ജാതി ചോദിച്ച് കൊല്ലുകയാണ്, മതം ചോദിച്ച് കൊല്ലുകയാണ്. പശുവിനെ തെളിച്ചുകൊണ്ട് പോകുന്ന ആളിനെ മുസൽമാൻ എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന, അടിച്ചു കൊല്ലുന്ന കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്.
മനുഷ്യൻ്റെ ജാതി നോക്കിയല്ല, മനുഷ്യൻ്റെ മതം നോക്കിയല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയത്. എൻ്റെ സുഹൃത്തുക്കളിൽ എല്ലാ ജാതിക്കാരും ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്. ഞാൻ ആരുടെയും മതവും ജാതിയും അന്വേഷിക്കാറില്ല. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, ഒത്തിരി കുട്ടികൾ വന്നിരിക്കും. ഞാൻ കുറേ വർഷം പഠിപ്പിച്ച ആളാണ്. ഒരു കുട്ടിയുടെയും ജാതിയും മതമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ചിലപ്പോൾ വേണ്ടി വരും. കാരണം ലംസം ഗ്രാൻഡ് കൊടുക്കുമ്പോഴൊക്കെ കുട്ടികളുടെ ജാതിയും, അല്ലെങ്കിൽ സർക്കാർ തന്നെ ചോദിക്കും, OBCയുടെയൊക്കെ ലിസ്റ്റ് കൊടുക്കാൻ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കുഞ്ഞുങ്ങളെ ജാതി നോക്കി അകറ്റി നിർത്തുന്ന അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവമാണ്. ജാതി നോക്കി കുട്ടികളെ മാറ്റി നിർത്തും. ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്ന ഒരുപാട് വട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അധ്യാപകൻ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തേണ്ട ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ നല്ല മനുഷ്യരാകാൻ ഏറ്റവും പ്രധാനം മാനവനാവുക എന്നുള്ളതാണ്, മനുഷ്യനാവുക. നിങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ, നിങ്ങൾ മുസ്ലിം ആയിക്കോട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, നിങ്ങൾ പാഴ്സി ആയിക്കോട്ടെ, നിങ്ങൾ ജൂതനായിക്കൊള്ളട്ടെ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, സിഖുകാരനായിക്കൊള്ളട്ടെ, ആദ്യമായി നിങ്ങൾ ആരാവണം? മനുഷ്യനാകണം. വീട്ടിൽ പറഞ്ഞു തരൂല, ഉറപ്പാണ്. എനിക്ക് ഉറപ്പായിട്ട് ഞാൻ പറയും. ഇന്നത്തെ കാലത്ത് പറഞ്ഞു, നിങ്ങളടുത്ത് പറയുന്നത് എന്താണ്? പടി 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 അല്ലേ മക്കളെ? അങ്ങനെയല്ലേ വീട്ടിൽ പറയുന്നത്? പടി പടി പടി. നല്ലൊരു മനുഷ്യനാവണമെന്ന് പറഞ്ഞു തരുമോ? ഇന്ന് വരെ പറഞ്ഞു തന്നിട്ടില്ല. പടി 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പഠിക്കാൻ പറയുന്നു, അങ്ങോട്ട് പഠിച്ചോളും. നമ്മളെ ആരും പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഞങ്ങളടുത്തൊന്നും ആരും പറഞ്ഞിട്ടല്ല ഞങ്ങളാരും പഠിച്ചത്. എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല പഠിക്കണമെന്ന്, പറഞ്ഞിട്ടേ ഇല്ല, ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഭാഗ്യമുള്ളതുകൊണ്ടും കുറച്ച് ബുദ്ധിയുള്ളതുകൊണ്ടും നമ്മൾ പഠിച്ചു. ഇവരാരും അങ്ങനെ എന്താണ് പടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിക്കുന്നവരല്ല. നമുക്കത് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. നമുക്കറിയാം പഠിക്കാൻ കേട്ടോ. അങ്ങനെ പഠിച്ച് വലിയ ആളാവുന്നതിന് എത്രയോ വലിയ പഠിത്തക്കാരുണ്ട്. ഒരു ഉപയോഗവും ഇല്ല അവരെ കൊണ്ട്. നിങ്ങൾ ലോകത്തെ മാറ്റിമറിച്ച മനുഷ്യരെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. യേശു ക്രിസ്തു അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹം ജനിച്ച ഉടനെ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ജെറുസലേമിൽ നിന്ന് നസ്രയത്തിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. കാരണം രാജാവ് പിടിച്ചാൽ കൊല്ലും കൊച്ചിനെ, അതുകൊണ്ട് ഓടിപ്പോവുകയായിരുന്നു. പിന്നെ 13-ാമത്തെ വയസ്സിലാണ് ജെറുസലേമിലേക്ക് തിരിച്ചു വരുന്നത് യേശു. ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരു മതത്തിൻ്റെ ആചാര്യൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം അപാരമായ സ്വാധീനമാണ്. കാരണം എന്താ? യേശു നമ്മളോട് പറഞ്ഞ് സ്നേഹിക്കാനാണ്. നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, അല്ലേ? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്. ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ആരുമുള്ളൂ. എന്നെപ്പോലെ ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ആളാണ് യേശുദേവൻ. ലോകത്തെ മാറ്റിമറിച്ച വലിയൊരു വ്യക്തിത്വമാണ് മുഹമ്മദ് നബി. ലോകത്തെ 2ാമത്തെ മതമാണ്. ആ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഉമ്മി ആയ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നിരക്ഷരനായ പ്രവാചകൻ. എഴുത്തും വായനയും ആ മനുഷ്യന് അറിഞ്ഞൂടായിരുന്നു. എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. പക്ഷേ ഉണ്ടോ, എഴുത്തും വായനയല്ല ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, ഒരു മനുഷ്യനെ നിർണ്ണയിക്കുന്നത്. സോക്രട്ടീസ് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എഴുത്തും വായനയും അല്ല. ആരെ അറിയുകയാണ്? സങ്കടങ്ങളെ തിരിച്ചറിയുകയാണ്. ഒരു സമരിയാക്കാരൻ്റെ കഥ ഞാൻ പറയാം. അതായത് യേശുദേവൻ്റെ ഒരു കഥയാണ്. ഒരു സമരിയാക്കാരൻ എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിക്കാരനാണ്. അയാൾ വഴിയിൽ ഒരു മനുഷ്യനെ മുറിവേറ്റ് കിടക്കുകയാണ്. വഴിയിൽ അപകടം പറ്റി മുറിവേറ്റ് കിടക്കുന്നു. ആദ്യം വന്നത് ഒരു വലിയ റബ്ബി എന്ന് പറയും, നിങ്ങളിപ്പോൾ അത് അന്നും അറിയേണ്ട ഒരു യഹൂദ പുരോഹിതൻ വന്നു. വലിയ പുരോഹിതനാണ്, ദൈവമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളാണ്. വഴിയരികിൽ ഒരു മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്നു. മൈൻഡ് ചെയ്തില്ല. നമ്മളും അങ്ങനെയാണ്, കാറിലൊക്കെ പോകുമ്പോൾ ആക്സിഡൻ്റൊക്കെ കണ്ടാൽ നമ്മളും ഓടിച്ചങ്ങ് പോകും. അവിടെ മൈൻഡ് ചെയ്തില്ല, അയാളങ്ങ് പോയി. കുറേ സമ്പന്നന്മാരൊക്കെ കുറച്ച് പേര് വന്നു, അവരും ആരും മൈൻഡ് ചെയ്തില്ല. അവസാനം വന്നത് ഒരു സമരിയാക്കാരനാണ്, താഴ്ന്ന ജാതിക്കാരനായ ഒരു മനുഷ്യൻ ഓടി വന്നു. ഈ മനുഷ്യനെ എടുത്തു, പരിചരിച്ചു, അയാളെ മുറിവുകൾ വെച്ച് കെട്ടി, അയാളെ സത്രം എന്ന് വെച്ചാൽ അന്നത്തെ ആശുപത്രി കൊണ്ടാക്കി. എന്നിട്ടുള്ള കയ്യിലുള്ള പൈസയൊക്കെ കൊടുത്തു. എന്നിട്ട് യേശുദേവനോട് ഈ കഥ പറഞ്ഞപ്പോൾ യേശുദേവൻ പറഞ്ഞത് അവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി, അവനാണ് ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഇതാണ് കുരിശ്, അല്ലേ? ഇവിടെയൊക്കെ പള്ളിയൊക്കെ ഉണ്ട്, എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്. നിങ്ങൾ ക്രിസ്ത്യൻ സങ്കല്പങ്ങൾ അടിസ്ഥാനമായിട്ട് പഠിക്കുമ്പോൾ ഇത് ദൈവം, ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നു. കുരിശാവില്ല, ആവോ? ഇതൊരു അങ്ങോട്ടുള്ള ലൈനേ ആവും. ഇതുകൂടെ വരണം. ഇതെന്താണ്? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ ദൈവസ്നേഹിയും അവൻ ചുറ്റുവട്ടങ്ങളുള്ള മനുഷ്യരെ സ്നേഹിക്കുമ്പോഴേ അവൻ കുരിശിൻ്റെ വഴിയിലാവും കേട്ടോ. നിങ്ങളുടെ സ്വർഗം എവിടെയാണ് എന്ന് മുഹമ്മദ് നബിയോട് ചോദിച്ചപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, അനുയായി, ഞാൻ മതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നതല്ല മക്കളെ, മൂല്യത്തെക്കുറിച്ച് പറയാൻ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന മൂല്യങ്ങളാണ്.
മുഹമ്മദ് നബിയോട് ഒരാൾ ചോദിച്ചു, ഞാൻ ഏറ്റവും ബഹുമാനിക്കേണ്ടത് ആരെയാണ്? നബി പറഞ്ഞു, നിൻ്റെ ഉമ്മയെ, നിൻ്റെ മാതാവിനെ. ആ ചോദ്യകർത്താവ് ചോദ്യം ആവർത്തിച്ചു, പിന്നെ ഞാൻ ആരെ സ്നേഹിക്കണം, ആരെ ബഹുമാനിക്കണം? ഉത്തരം, നിൻ്റെ മാതാവിനെ. വീണ്ടും ചോദ്യകർത്താവിന് അറിയണം ആരെയാണ്. വീണ്ടും പറഞ്ഞു, നിൻ്റെ മാതാവിനെ. 3 വട്ടം പറഞ്ഞു നിൻ്റെ മാതാവിനെ. 4ാമത് പറഞ്ഞു നിൻ്റെ പിതാവിനെ. 3 വട്ടം മാതാവാണ്. ആരാണ് അമ്മ? എൻ്റെ പൊന്നു മക്കളെ, ആരാണ് അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുരുത്തക്കേടും കാണിക്കില്ല. നല്ല കുഞ്ഞുങ്ങളായിട്ട് നടക്കും. നേരത്തെ നമ്മുടെ ഉദ്ഘാടക പറഞ്ഞു, മെമ്പർ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്നതാണ്. അവരും ഒരു അമ്മയാണ്. ലോകത്തെ ഏറ്റവും വലിയ വേദന ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് വേദന? ഒരുപാട് വേദനകളുണ്ട്. ഒരു കൈ ഭയങ്കര മുറിഞ്ഞു പോകുന്നു, ഭയങ്കര വേദനയാണ്. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ആ വേദന അവിടെ മരവിക്കും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ബോധം കെടും. ലോകത്ത് ഒരാളെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നു, ഹൃദയം തുറന്ന് നെഞ്ച് കീറി, ഭയങ്കര വേദനയായിരിക്കും. പക്ഷേ അയാൾ അറിയേയില്ല. എന്തു ചെയ്യും? അയാൾക്ക് അനസ്തേഷ്യ കൊടുക്കും, ബോധം കെടുത്തും. ശരീരത്തിൻ്റെ ഒരു തന്ത്രമാണ് വേദന അറിയാതിരിക്കാൻ. എന്നാൽ വേദന അറിഞ്ഞ് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ. ഇവിടെ അമ്മമാരുണ്ട്, അവരുടെ ചോദിച്ചു നോക്കിയാൽ മതി. ആ വേദനയിൽ ബോധശൂന്യത ഇല്ല. എല്ലുകൾ മുഴുവൻ ഒടിയുന്ന വേദനയാണ് ആരും അനുഭവിക്കുന്നത്. ആ വേദന കൊണ്ടാണ് നിങ്ങളെ പ്രസവിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവം ഒരിക്കലും നമ്മളോട് സംസാരിക്കില്ല, ഉറപ്പാണ്. നമ്മൾ ദൈവത്തിനോട് സംസാരിക്കും. അവിടെ അമ്പലത്തിൽ പോയി ഇന്ന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കും, അല്ലേ? ഭഗവാനെ എന്നെ നന്നാക്കണേ, എനിക്ക് പൈസ തരണേ, ബാക്കി കുറി അടിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും, അല്ലേ? ഞാനാണ്, എനിക്ക് എൻ്റെ പരീക്ഷ ജയിക്കണം, എനിക്ക് മാർക്ക് കിട്ടണം, എനിക്ക് ജോലി കിട്ടണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥന എപ്പോഴും ഞങ്ങൾ എന്നായിരിക്കണം. പോട്ടെ, എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. അല്ലാഹുവേ പടച്ചവനെ എനിക്ക് നന്മ തരണേ. നമ്മൾ മുസ്ലിങ്ങളൊക്കെ പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തോട് നേരിട്ട് പറയുന്നതിന് പകരം അമ്മയടുത്ത് പറഞ്ഞാൽ മതി. നേരിൽ നിന്ന് പേശുന്ന ദൈവമാണ്, അല്ലേ? അപ്പോൾ അമ്മയെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ കാവ്യങ്ങളുണ്ടായിട്ടുള്ള അമ്മയെക്കുറിച്ചാണ്. രാമൻ്റെ കഥ പഠിച്ചിട്ട് രാമനെ പോലെ ഒരു മകനാവാൻ ശ്രമിക്കണം. സുന്ദരനായൊരു മകനാണ് രാമൻ. ലക്ഷ്മണനെ പോലെ ഒരു അനിയനാവാൻ ശ്രമിക്കണം. പറ്റുമോ നിങ്ങളെ കൊണ്ട്? പറ്റണം. രാമനെ പോലൊരു മകനാകണം, ലക്ഷ്മണനെ പോലെ ഒരു അനിയനാകണം, സീതയെ പോലെ ഒരു ഭാര്യയാകണം, രാവണനെ പോലെ ഒരു സഹോദരനാകണം. അങ്ങനെ ആകാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങളുള്ളത്. മൂല്യം എന്ന് പറഞ്ഞാൽ മനുഷ്യജീവിതത്തെ സുന്ദരമാക്കുന്ന ഒരു ഘടകമാണ്. ജീവിതത്തിൽ സത്യസന്ധതയും കാരുണ്യവും സഹജീവി സ്നേഹം, മറ്റുള്ളവരുടെ സ്നേഹവും ഒക്കെ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളാവാൻ ഇതുപോലെയുള്ള വായന കളരികൾ നിമിത്തമാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ വലിയൊരു രാജ്യമാണ്. നമ്മൾ കേരളം പോലും എല്ലാം കണ്ടിട്ടില്ല, അല്ലേ? ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രത്യേകത, ലോകത്തിലെ എല്ലാ കാലാവസ്ഥയും ഉള്ള സ്ഥലമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയാൽ തണുപ്പ് മാത്രമേ ഉള്ളൂ, ശീത രാജ്യങ്ങളാണത്. ഇന്ത്യയിൽ വന്നാൽ ശീതരാജ്യമാണ് ഇന്ത്യ. കശ്മീരിലൊക്കെ പോയാൽ എപ്പോഴും തണുപ്പാണ്, മഞ്ഞ് മൂടിക്കിടക്കുന്നു. ഇന്ത്യ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ മരുഭൂമിയാണ്. ഇന്ത്യയിലും ഉണ്ട് മരുഭൂമി, താർ മരുഭൂമി ഇന്ത്യയിലുണ്ട്. മരുഭൂമിയുണ്ട്, വലിയ മഞ്ഞ് മൂടിയ പർവ്വതങ്ങളുണ്ട്, വലിയ സമുദ്രങ്ങളുണ്ട്. എല്ലാം തികഞ്ഞ ഒരു നാടാണ്. ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിലൊന്നാണ് താജ്മഹൽ. എന്താ പ്രത്യേകത? ഏത് സ്ഥലത്ത് നിന്നാലും ഒരുപോലെ തോന്നും. അതാണ് താജ്മഹലിൻ്റെ ഒരു പ്രത്യേകത. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു താഴികക്കുടം, 2 വലിയ മിനാരം, വീതി. സൈഡിൽ പോകുമ്പം അതുപോലെ തോന്നും, അപ്പുറത്ത് പോകുമ്പോൾ അതുപോലെ തോന്നും. 4 വശത്ത് ഒരുപോലെ തോന്നുന്നൊരു അത്ഭുതമായ സിദ്ധിയാണ് കേട്ടോ. താജ്മഹൽ കാണണം. എല്ലാം കാണാൻ ഉള്ള ഒരു നമ്പർ ഞാൻ പറഞ്ഞു തരട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പറ്റും. നിങ്ങൾക്കെല്ലാം ഇന്ത്യ മുഴുവൻ കാണാനുള്ള ഒരവസരം ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തരികയാണ്. സർക്കാർ ചെലവിൽ പോയി കാണാം, ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ പോയി കാണാം. നിങ്ങൾ റെഡിയാണോ? റെഡിയല്ലേ? എല്ലാവരും റെഡിയാണ്. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ. മാർഗം നന്നായിട്ട് ഇപ്പം പഠിക്കണം. ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. എനിക്ക് ഒരു ഗോൾ നേടാനുണ്ട്. ഗോൾ എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യമുണ്ട്. ഒരു ഗോളി അവിടെ നിന്നാൽ പോലും ഒരു സ്ട്രൈക്കർ
അല്ലെങ്കിൽ നമ്മുടെ മെസ്സി, അല്ലെങ്കിൽ റൊണാൾഡോ, അല്ലെങ്കിൽ സല, നമ്മൾ ആര് നിന്നാലും അവർ ഗോൾ നേടും. അതുപോലെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. എന്താണ് ഗോള്? എനിക്ക് IAS ആകണം, എനിക്ക് IAS കാരനാകണം, എനിക്ക് IPS കാരനാകണം, എനിക്ക് IFS കാരനാകണം, എനിക്ക് ITS കാരനാകണം. അതായത് സിവിൽ സർവീസ് പരീക്ഷ ജയിക്കണം. തീരുമാനിച്ചോ? എന്നെ കൊണ്ട് നടക്കൂലെന്നാ. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് 100 റാങ്കിനകത്ത് 5 പിള്ളേരുണ്ട്. അത് 5ഉം പെൺകുട്ടികളാണ്. 400-നകത്ത് ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. അതായത് സിവിൽ സർവീസ് പരീക്ഷയൊക്കെ സുഖമായിട്ട് നമുക്ക് പാസ്സാവാം. പഠിക്കണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, നന്നായിട്ട് ശ്രമിച്ചാൽ സിവിൽ സർവീസ് പരീക്ഷ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് IAS കാരനാവാം, ജില്ലാ കളക്ടറാവാം, അച്ഛനെയും അമ്മയെയും സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോകാം, IPS കാരാവാം. അഞ്ചലുള്ള സുശ്രീ എന്നൊരു കുട്ടിയുണ്ട്, അവർക്കൊക്കെ അറിയാം, എൻ്റെ മോളാണ് സുശ്രീ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS കാരിയാണ്. 21-ാമത്തെ വയസ്സിൽ IPS നേടിയെടുത്തു കൊച്ച്. അത് ഒറ്റ പ്രാവശ്യമേ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയുള്ളൂ. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ, ഫസ്റ്റ് ചാൻസിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയെടുത്തുള്ള ഗുണം, ആദ്യത്തെ കാര്യം, സിവിൽ സർവീസ് പരീക്ഷ കഴിഞ്ഞാൽ, സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാം, എല്ലായിടത്തും കൊണ്ടുപോകും, കേന്ദ്ര ഗവൺമെൻറ് ചെലവിൽ കൊണ്ടുപോകും. കഠിന പ്രയത്നം ചെയ്താൽ കിട്ടാത്തത് എന്താണ്? സുഖമായിട്ട് കിട്ടും. ഒരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ കഥ ഇതാണ്. എന്താണ്? നമുക്ക് നേടണം എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അസാധ്യമായി ഒന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയും. ഒന്നും നമുക്ക് അസാധ്യമല്ല. മനുഷ്യന് പണ്ട് സഞ്ചരിക്കാൻ കാൽനട മാത്രമായിരുന്നു, ഇങ്ങനെ പോകാനേ പറ്റുമായിരുന്നുള്ളൂ മനുഷ്യന്. പിന്നെ അവൻ എന്ത് ചെയ്തു? മൃഗങ്ങളെ മെരുക്കി മൃഗങ്ങളുടെ പുറത്ത് കയറി സഞ്ചരിച്ചു. പിന്നെ വീല് കണ്ടുപിടിച്ചു, വീല് കയറി സഞ്ചരിച്ചു. മോട്ടർ കണ്ടുപിടിച്ചു, ബസ്സായി, ട്രെയിനായി, ആകാശത്തൂടെ പറന്നു. ഇന്ന് അന്യഗ്രഹങ്ങളിൽ പോയി താമസിച്ചിട്ട് ടൂറ് പോയിട്ട് ആൾക്കാർ വരുന്നു. ആ അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു. ആഗ്രഹിച്ചതാണ്, ഇച്ഛാശക്തിയാണ്. കീഴടക്കണം എന്ന് വിചാരിച്ചപ്പോൾ കീഴടക്കി. രാവണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? പറയടാ മോളെ, ആരാണ് രാവണൻ? രാവണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, കേട്ടിട്ടുണ്ട്. രാവണനെ കുറിച്ച് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആരാണ് രാവണൻ? പറയൂ മോള്, പറ, ആരാണ് രാവണൻ? രാമായണത്തിലൊരു കഥാപാത്രമാണെന്നറിയാം അല്ലേ? അയാളെക്കുറിച്ച് നമ്മൾ പറയുന്നത് 10 തലയും 20 കയ്യും എന്നൊക്കെയാണ്. എൻ്റെ ഒരു സംശയമുണ്ട്, ഈ 10 തല എവിടെ ഫിറ്റ് ചെയ്യും? എടാ, എൻ്റെ ഒരു തല ഇവിടെ ഫിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ബോഡി മൊത്തമായി കഴിഞ്ഞു. ഈ ബാക്കി തല എവിടെ ഫിറ്റ് ചെയ്യും? എടാ, ഇങ്ങോട്ട് സൈഡിലോട്ട് ഫിറ്റ് ചെയ്യുമോ? അപ്പോൾ എന്ത് ചെയ്യും? മോഹൻലാലിനെ പോലെ ആയിപ്പോവും, ചരിഞ്ഞു പോവും. 5 തല ഇവിടെ, 4 തല ഇവിടെ. അപ്പോൾ എങ്ങനെയാവും? ഇങ്ങനെയാവും. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 20 കൈ ശരീരത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. രാമായണത്തിൽ എങ്ങും പറയുന്നില്ല 10 തലയും 20 കൈയും ഉണ്ടെന്ന്. വാൽമീകി രാമായണത്തിൽ അദ്ദേഹത്തിന് 10 തലയുടെ ബുദ്ധി ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ അർത്ഥമാക്കേണ്ടതുള്ളൂ. അപാര ബുദ്ധിമാനായിരുന്നു. പിന്നെയോ 20 കൈകളുടെ ശക്തി ഉണ്ടായിരുന്നു, വളരെ കരുത്തനായിരുന്നു. ആ മനുഷ്യൻ ജനിക്കുമ്പോൾ അദ്ദേഹം പാതാളത്തിലാണ്, ഏറ്റവും ഭൂമിയുടെ അടിത്തട്ടിൽ ചവിട്ടി താഴ്ത്തി ഇട്ടിരിക്കുകയാണ് ആ വംശത്തെ, രാവണനും രാവണൻ്റെ അമ്മയും ഒക്കെ അവിടെയാണ്. രാവണൻ കൊച്ചുകുട്ടി ഒരു 6-7 വയസ്സുള്ള സമയത്ത് ഇങ്ങനെ കളിച്ച് നടക്കുമ്പോൾ ആകാശത്തൂടെ ഒരു വിമാനം പോകുന്നു, ഒരു എയർവേസ്. ഇന്ത്യൻ എയർവേസ് ഒന്നും അന്നില്ല കേട്ടോ, അന്ന് ഒറ്റ എയർലൈൻസേ ഉള്ളൂ. അതേതാണ്? പുഷ്പക വിമാനമാണ്. പുഷ്പക എയർവേസ് എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട്, പുഷ്പക വിമാനം. ആ പുഷ്പക വിമാനത്തിൽ സഞ്ചരിക്കുന്നു ഒരാളിങ്ങനെ പോകുന്നു, പറന്നു പോകുന്നു. അപ്പോൾ അമ്മയുടെ ചോദിച്ചു, അമ്മ അതെന്താണ്? അമ്മ പറഞ്ഞു കൊടുത്തു, മോനെ അതാണ് പുഷ്പക വിമാനമാണ്. അതിൽ കയറിയിരുന്ന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, ലോകം മുഴുവൻ സഞ്ചരിക്കാം. അയ്യോ, ആണോ? ആ, ആണ്. ആരാ അതിലിരിക്കുന്നത്? അപ്പോൾ ആ അമ്മ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അത് മോനെ, നിൻ്റെ അണ്ണനാണ് അതിനകത്തിരിക്കുന്നത്, ചേട്ടനാണ്. അയ്യോ, ചേട്ടൻ വിമാനത്തിൽ പോകുന്നു, നമ്മളിതാ ഇവിടെ പട്ടിണി കിടക്കുന്നു, നമ്മളിവിടെ അടിച്ച് താഴ്ത്തിയിട്ടിരിക്കുന്നു. അതെങ്ങനെ? അപ്പോൾ പറഞ്ഞു, അത് നിൻ്റെ അച്ഛൻ്റെ മറ്റൊരു ഭാര്യയിലുള്ള മകനാണ്, അവരുടെ സ്വത്താണ്, നമ്മളെല്ലാം ചവിട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ സ്ത്രീ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അമ്മ കരഞ്ഞപ്പോൾ രാവണനോടിൻ്റെ അമ്മയോട് രാവണൻ പറഞ്ഞു, കൈകസിയോട് പറഞ്ഞു, അമ്മ കരയണ്ട കേട്ടോ, ഞാൻ വലുതാവുമ്പം അമ്മയെ ഞാൻ വിമാനത്തിൽ കൊണ്ടുപോകാം.
ഞാൻ വലുതാകുമ്പോൾ എൻ്റെ അമ്മയെ ഞാൻ ആ വിമാനത്തിൽ കയറ്റിക്കൊണ്ട് പോകാം. അപ്പം അമ്മ വിചാരിച്ചെന്താണ്? ചുമ്മാ പറയുന്നതായിരിക്കും അല്ലേ? നമ്മൾ പറയില്ലേ, അമ്മ ഞാൻ വിമാനത്തിൽ കൊണ്ടുപോകാൻ, ഞാൻ കാർ കൊണ്ടുപോകാന്നൊക്കെ പറയുന്ന കൊച്ചുങ്ങളുടെ സ്വപ്നം പോലെയാണെന്ന് വിചാരിച്ചു. പക്ഷേ രാവണൻ അന്ന് മനസ്സിൽ കുറിച്ച ഒരു കാര്യമാണ്, എൻ്റെ അമ്മയെ എനിക്ക് ആ വിമാനത്തിൽ കയറ്റണം. എൻ്റെ ജീവിതം മൊത്തം അതിനു വേണ്ടിയാണ് അയാൾ പിന്നെ ജീവിച്ചത്. തപസ്സെന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാതെ അയാൾ പോയി ഇങ്ങനെ ഓം എന്ന് തപസ് ചെയ്തൊന്നും അർത്ഥമില്ല. അയാൾ അതിനു വേണ്ടി പ്രയത്നിച്ചു, ധീരമായി പ്രയത്നിച്ചു, ആ ശക്തി നേടി, കരുത്ത് നേടി. ആദ്യം ചെയ്തത്, ആദ്യത്തെ പ്രവൃത്തി, കുബേരനെ ഓടിച്ചു, ലങ്കയിൽ നിന്ന് ഓടിച്ചു, വിമാനം സ്വന്തമാക്കി. ഡോറ് തുറന്ന് അമ്മയെ അകത്ത് കയറ്റിയിരുത്തി. അതിന് ഡോറൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. അതിനകത്ത് കയറ്റിയിരുത്തിട്ട് ആദ്യത്തെ ട്രിപ്പ് അമ്മയും കൊണ്ട് കറങ്ങി. കണ്ടോ, വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ആരാവണം? നിങ്ങൾ രാവണനാകണം. സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണനല്ല, അമ്മയെ വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന രാവണനാകണം നിങ്ങൾ. അപ്പോൾ എനിക്ക് IAS കാരനാകണം എന്ന് ഉറപ്പിച്ച് ആരൊക്കെ ഉണ്ട്? ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ആർക്കും ആ ഉറപ്പില്ലേ? എനിക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതണം എന്ന് വിചാരിക്കുന്ന 1 കൈ, 2 കൈ, 3 കൈ, 4 കൈ, 5 കൈ. കൈകൾ ഉയരട്ടെ, നിങ്ങൾക്ക് കഴിയും, സുഖമായിട്ട് കഴിയും. നല്ലവണ്ണം വായിക്കുക. അതാ ഇവിടെ ഒരു മനോഹരമായ ലൈബ്രറി. കൈതാത്തോളൂ മക്കളെ, നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. എനിക്ക് ഇന്ന് കഴിയുമെന്ന് വിചാരിക്കുക. ഇവിടെ ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറിയിലെ പുസ്തകങ്ങളെടുത്ത് വായിക്കണം. വായിക്കുന്നതിലൂടെ മാത്രമേ കഴിയൂ. വീട്ടിൽ രാവിലെ ഒരു പത്രം കൊണ്ടിടും, അച്ഛൻ മാത്രം വായിക്കുന്ന സാധനം അല്ലേ? അതല്ലേ സത്യം? വീട്ടിൽ അച്ഛൻ എടുത്ത് വെച്ച് രാവിലെ അത് മൊത്തം വായിക്കും. നമ്മളോ പത്രം വായിക്കാൻ എത്ര പേരുണ്ട് ഈ ക്ലാസ്സിൽ? പത്രം വായിക്കണം. പത്രത്തിലൂടെ TV-യിൽ കിട്ടുന്ന വാർത്ത പോലെയല്ല പത്രം വായിക്കുന്നതിലൂടെ കിട്ടുന്ന അറിവ് ശ്രേഷ്ഠമാണ്. പത്രം വായിക്കണം മക്കളെ, എല്ലാ പത്രവും വായിക്കണം. ബാലവേദിയുടെ സെക്രട്ടറി ശിവപ്രിയ നന്ദി അറിയിച്ചു. ഉല്ലാസ് പള്ളിക്കൽ സാറിന് സമുദ്ര ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാക്കളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് വായനാക്കളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസുകൾ നയിക്കും. വായനാക്കളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ഏപ്രിൽ 21 ആരംഭിച്ച വായനാക്കളരി ഈ മാസം 21 സമാപിക്കും.